ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചുവെന്ന തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ CH ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയെയാണ് ജനമധ്യത്തിൽ എത്തിച്ചത്. ആ വെളിപ്പെടുത്തലിലെ സത്യം തിരിച്ചറിഞ്ഞ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ സമാന വീഴ്ചകളെല്ലാം കണ്ടെത്തി പരിഹരിക്കുന്നതിന് പകരം അത് തുറന്നു പറഞ്ഞ ഡോക്ടറെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു അധികൃതർക്ക് തിടുക്കം. ഇടതുപക്ഷം ചേർന്നു പോകുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചും മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായതിന് അദ്ദേഹത്തെ സംശയനിഴലിൽ നിർത്തിയും ആരോഗ്യമന്ത്രിയും ഇടത് സർക്കാരും ശിക്ഷിച്ചു. ഡോക്ടർ ഹാരിസിനെ കെണിയിൽ കുടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒന്നൊന്നായി പൊളിഞ്ഞതോടെയാണ് ഡോക്ടർക്കെതിരെ പ്രതികാര നടപടികൾ ഉപേക്ഷിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. ഡോക്ടർ ഹാരിസിനോടൊപ്പമാണ് സത്യവും ന്യായവുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായ വേട്ടയാടൽ ഇനിയെങ്കിലും പൂർണ്ണമായും അവസാനിപ്പിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അതിനിടെ തന്നെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചു. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവർക്ക് കാലം മാപ്പു നൽകട്ടെ എന്ന് KGMCTA വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം. മരണത്തിലേക്ക് എത്തിക്കാൻ ചില സഹപ്രവർത്തകർ ശ്രമിച്ചുവെന്നും കാലം അവർക്ക് മാപ്പ് നൽകട്ടെ എന്നുമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലെ സന്ദേശത്തിൽ ഹാരിസ് പറഞ്ഞതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഈ ഗ്രൂപ്പിൽ നിന്ന് ചിലരെ മാറ്റാൻ KGMCTA ഭാരവാഹികൾ തീരുമാനിച്ചു. 30 വർഷത്തിലധികമായി കാണുന്നവരും ഒപ്പം പഠിച്ചവരും ജോലി ചെയ്തവരുമാണ് ഉപദ്രവിച്ചത് എന്നും അവർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല എന്നുമാണ് ഹാരിസ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും തന്റെ കാര്യം വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാണാതായ ഉപകരണം കണ്ടെത്തിയെന്നും ഒരു കുഴപ്പവുമില്ല എന്നുമാണ് തന്നോട് പറഞ്ഞത്. പിന്നീടാണ് ട്വിസ്റ്റ് നടന്നത്. വിശദീകരണം ചോദിക്കാതെയാണ് അവർ വാർത്താ സമ്മേളനം വിളിച്ചത്. പരിചയമില്ലാത്ത ഉപകരണം മുറിയിൽ കണ്ടുവെങ്കിൽ അവർക്ക് തന്നോട് ചോദിക്കാമായിരുന്നു. താൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. വിളിച്ചിരുന്നുവെങ്കിൽ പോയി വിശദീകരണം കൊടുക്കുമായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് തന്നോട് ചോദിച്ചില്ല. ഈ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായം വേണം. ഉപകരണത്തിനും മറ്റ് സൗകര്യത്തിനും സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും സഹകരണം ആവശ്യമാണ്. താൻ ജോലിക്കാരൻ മാത്രമാണ്. വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാർ ഒത്തുചേർന്നാണ് ഒരു രോഗിയെ രക്ഷിക്കുന്നത്. ശത്രുപക്ഷത്തു നിന്ന് പോകാൻ കഴിയില്ല. ഒരാൾ മാറി നിന്നാൽ പ്രവർത്തനം നടക്കില്ല. മേലധികാരികളുമായി സഹകരിച്ച് പോകണമെന്നാണ് ആഗ്രഹം. തന്നോട് പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല. എല്ലാവരോടും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. മന്ത്രി സമാധാനിപ്പിച്ചു. സന്തോഷമായാണ് പിരിഞ്ഞത് എന്നും ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. താൻ സന്ദേശം അയക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പിന്നീട് ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോടും വിശദീകരിച്ചു. ലോകം മുഴുവൻ കള്ളനാക്കുകയും ക്രൂശിക്കുകയും ചെയ്യുമ്പോൾ വേറെ വഴിയില്ലായിരുന്നു. എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാമായിരുന്നു. ഒരു വിശദീകരണം ചോദിച്ചിരുന്നുവെങ്കിൽ പോയി പറഞ്ഞേനെ. പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് നേരിട്ടോ ഫോണിലോ ചോദിച്ചില്ല. ലോകത്തോട് പറയുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രശ്നങ്ങൾ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടെ അത് തീരും. വലിയൊരു ശക്തി മുൻപിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. ഒരാളെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നതല്ല. നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ കുറെ പേർ തുനിഞ്ഞിറങ്ങിയാൽ വലിയ പ്രശ്നമാണ്. ഒന്നും പേടിക്കേണ്ട എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം നടന്നതിന് ശേഷമാണ് ഇക്കാര്യം ഞാൻ തന്നെ അറിയുന്നത്. ഇനി ഒരു പരാതിയുമായും മുന്നോട്ടു പോകില്ലെന്നും ലോകം മുഴുവൻ കള്ളനാക്കിയപ്പോൾ ആ വിഷമം പറഞ്ഞതാണ് എന്നും അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വലിയ തോതിൽ ചർച്ചയായിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. എന്നാൽ ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 20 ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണം മോഷണം പോയി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലായിരുന്നു ഇക്കാര്യം രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു. എന്നാൽ ഉപകരണം പിന്നീട് കണ്ടെത്തി. ഇതേ തുടർന്ന് സൂപ്രണ്ടും പ്രിൻസിപ്പലും വാർത്താ സമ്മേളനം നടത്തി. ഉപകരണം കണ്ടെത്തിയതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വാർത്താ സമ്മേളനം.